മാർച്ച് 4 തപസ് കാലം ശനി. കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം അധ്യായം 5 തിരുവചനങ്ങൾ 27 മുതൽ 32 വരെ. അക്കാലത്ത് യാത്രാമധ്യേ ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് യേശു കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് യേശു അവനോട് പറഞ്ഞു. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്നു നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവന്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. താൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. കർത്താവിന്റെ സുവിശേഷം. വിചിന്തനം. എന്നെ അനുഗമിക്കുക എന്ന യേശുവിന്റെ വാക്കുകൾക്ക് തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് അനുഗമിക്കുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരുടെ ഗണത്തിലേക്ക് ഇവരെയെല്ലാം ശത്രുവായി കാണപ്പെട്ടിരിക്കുന്ന ഒരു ചുങ്കം പിരിവുകാരനും ചേർക്കപ്പെടുന്നു. യേശു ജീവിതത്തിന്റെ കേന്ദ്രമാകുമ്പോൾ ശത്രുതയ്ക്ക് സ്ഥാനമില്ല. പണത്തിനു മീതെ പരന്തും പറക്കാത്ത സ്വാർത്ഥതയുടെയും ശത്രുതയുടെയും രോഗാതുരമായ സമൂഹത്തിന് ഉള്ള ഒറ്റമൂലി യേശു എന്ന ദിവ്യ ഔഷധം മാത്രമെന്ന് ചുങ്കക്കാരനായ ലേവി എന്ന മത്തായി ലോകത്തിന് സാക്ഷ്യപ്പെടുത്തി. യഹൂദ സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരായിരുന്നു ചുങ്കക്കാർ. അവർക്ക് സ്വന്തം കുടുംബാംഗങ്ങളുടെ സ്നേഹം, അയൽക്കാരന്റെ ബഹുമാനം, സുഹൃത്തുക്കളുടെ സാന്നിധ്യം ഇവയെല്ലാം ഒരു മരീചികയായിരുന്നു. മരുന്നില്ലാത്ത രോഗത്തിന് അടിമയായ അവസ്ഥ. ഒടുവിൽ ഈ സ്നേഹവും അംഗീകാരവും സൗഹൃദവും പാപപൂർത്തിയുമായി ആ ദിവ്യവൈദ്യൻ എന്നെയും വിളിക്കുന്നു, എന്നെ അനുഗമിക്കുക. ആമേൻ. അനുരഞ്ജനത്തിനു ദൈവം ഇന്നും വിളിക്കുന്നു നമ്മെ. രമ്യത നേടുവാൻ സന്നദ്ധരായിടാം, ബന്ധങ്ങളെല്ലാം പുതുക്കാം. അനുരഞ്ജനത്തിനു ദൈവം ഇന്നും വിളിക്കുന്നു നമ്മെ. രമ്യത നേടുവാൻ സന്നദ്ധരായിടാം, ബന്ധങ്ങളെല്ലാം പുതുക്കാം. ധൂർത്തരായ ദൈവത്തിൽ നിന്നു മകന്നാലുമെല്ലാം ക്ഷമിക്കുന്നു ദൈവം. ധൂർത്തരായ ദൈവത്തിൽ നിന്നു മകന്നാലുമെല്ലാം ക്ഷമിക്കുന്നു ദൈവം. അനുതപിച്ചെത്തുകിൽ മാറോടു ചേർക്കുവാൻ കാത്തു നിൽക്കുന്നതും ദൈവം. അനുതപിച്ചെത്തുകിൽ മാറോടു ചേർക്കുവാൻ കാത്തു നിൽക്കുന്നതും ദൈവം. ദൈവവുമായുള്ള രമ്യത നേടുവാൻ വൈകുവതെന്തിനു വീണ്ടും? ദൈവവുമായുള്ള രമ്യത നേടുവാൻ വൈകുവതെന്തിനു വീണ്ടും? അനുരഞ്ജനത്തിനു ദൈവം
പ്രാർത്ഥന കേൾക്കില്ല ദൈവം. സ്വന്തം സഹോദരനോട് ക്ഷമിക്കാതെ പ്രാർത്ഥന കേൾക്കില്ല ദൈവം. മാപ്പു കൊടുക്കാതെ മാപ്പിരന്നിടുവാൻ അർഹതയും നമുക്കില്ല. മാപ്പു കൊടുക്കാതെ മാപ്പിരന്നിടുവാൻ അർഹതയും നമുക്കില്ല. അന്യരുമായുള്ള രമ്യത നേടുമ്പോൾ സമ്പൂർണ്ണ സൗഖ്യവും നേടും. അന്യരുമായുള്ള രമ്യത നേടുമ്പോൾ സമ്പൂർണ്ണ സൗഖ്യവും നേടും. അനുരഞ്ജനത്തിനു ദൈവം ഇന്നും വിളിക്കും.